നമസ്കാരം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം ഈ ലാബിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഞാൻ നിങ്ങളെ 2 ടോപ്പിക്കിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഏതാനും ചില പ്രോനൗൺസ് നമ്മൾ പരിചയപ്പെട്ടു. ഐ, മൈ, മൈൻ ആൻഡ് മീ, ഹി, ഹിസ്, ഹിസ് ആൻഡ് ഹിം. ഇതിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞു പഠിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ നാവിലത് ആവശ്യ സമയത്ത് നമ്മുടെ നാവിലത് വരികയുള്ളൂ. ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 4 പുതിയ വേർഡ്സ് കൂടിയാണ്. ഷീ, ഹർ, ഹേഴ്സ് ആൻഡ് ഹർ. ഷീ, ഹർ, ഹേഴ്സ് ആൻഡ് ഹർ. ഈ 4 വേർഡ്സിലെ 2 വേർഡൊക്കെ ഒരുപോലെയൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ഫങ്ഷൻസ് ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ ഇതിന് വ്യത്യസ്ത ഫങ്ഷനാണ് ഉള്ളത്. നമുക്കത് ഓരോന്നായി പരിചയപ്പെടാം. ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ചെറിയ ചെറിയ അറിവുകളിലൂടെ ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് ഈ 4 വേർഡുകൾ ഒന്ന് പരിചയപ്പെടാം. ഷീ, ഹർ, ഹേഴ്സ് ആൻഡ് ഹർ. ഷീ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നല്ലോ. ഐ, മൈ, മൈൻ ആൻഡ് മീ, ഹി, ഹിസ്, ഹിസ് ആൻഡ് ഹിം. അതിൽ ഐ, ഹി എന്ന 2 വേർഡ്സിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെയാണ് ഇതിൽ ഷീ എന്ന വേർഡിന് ഉള്ളത്. ഷീ എന്ന് പറയുന്നത് അവൾ എന്നാണ് അർത്ഥം. അവൾ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഹർ എന്ന് പറഞ്ഞാൽ അവളുടെ, ഹേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടേത്, വീണ്ടും ഹെർ തന്നെയാണ് വരുന്നത്. ഹെർ, അവളെ എന്നാണ് അർത്ഥം. നമുക്ക് ഓരോന്നായി നോക്കാം. ഷീ എന്നാൽ അത് സബ്ജക്റ്റ് ആണ്. അത് പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് ഷീ. അത് സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ വരും. പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ സബ്ജക്റ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരു നൗണ് നമ്മൾ ആവർത്തിച്ച്, അവളുടെ പേര് നമ്മൾ ആവർത്തിച്ച് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് ഷീ. അതുകൊണ്ട് അതിനെ പ്രോനൗൺ എന്ന് നമ്മൾ വിളിക്കും. അത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന ഒരു പ്രോനൗണാണ് ഷീ. എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഷീ ഈസ് എ ഡാൻസർ. അവളൊരു നർത്തകിയാണ്. ഷീ ഈസ് എ ഡാൻസർ. ഷീ ആരാണ്? അവളാണ്. അതുകൊണ്ട് അത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നു. ഷീ ഈസ് എ ഡാൻസർ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ഈസ് മൈ സിസ്റ്റർ. അവൾ എൻ്റെ സഹോദരിയാണ്. ഷീ ഈസ് മൈ സിസ്റ്റർ. ഷീ എന്ന വേർഡിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. അത് ആദ്യമാണ്. സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡാണ്. അത് സബ്ജക്റ്റ് കൂടിയാണ്. ഷീ ഈസ് മൈ സിസ്റ്റർ. ഷീ ഈസ് വാക്കിംഗ് അലോങ് ദ ഗാർഡൻ. അവൾ പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഷീ ഈസ് വാക്കിംഗ് അലോങ് ദ ഗാർഡൻ. ആരാണ് അവിടെ പ്രവൃത്തി ചെയ്യുന്നത്? ഡൂവർ ഓഫ് ദ ആക്ഷൻ ഈസ് ഷീ. അതുകൊണ്ട് ആ സെൻറ്റൻസിൻ്റെ ആദ്യം ഷീ വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വേർഡാണ്. ഷീ ഈസ് വാക്കിംഗ് അലോങ് ദ ഗാർഡൻ. അവൾ പൂന്തോട്ടത്തിലൂടെ അവൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഈസ് വാക്കിംഗ്. ഈസ് വാക്കിംഗ്. ഷീ ഈസ് വാക്കിംഗ് അലോങ് ദ ഗാർഡൻ. അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഷീ കംസ് ഡെയിലി. അവൾ എല്ലാ ദിവസവും വരാറുണ്ട്. ഷീ കംസ് ഡെയിലി. ആരാണ് വരാറുള്ളത്? അവളാണ്. അതുകൊണ്ട് അത് സബ്ജക്റ്റ് ആണ്. അത് സെൻറ്റൻസിൻ്റെ ആദ്യം വന്നിരിക്കുന്നു. ഷീ കംസ് ഡെയിലി. ഷീ ഈസ് കുക്കിംഗ്. അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കുക്കിംഗ്. പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ സെൻറ്റൻസിൻ്റെ ആദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷീ എന്ന വേർഡിൻ്റെ ആശയവും അർത്ഥവും അതിൻ്റെ ഒരു സെൻറ്റൻസിലുള്ള അതിൻ്റെ സാങ്കത്യവും റെലവൻസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് നമ്മൾ പറഞ്ഞു പഠിക്കുക. അടുത്ത വേർഡ് ഹെർ എന്നാണ്. നമുക്കെല്ലാം സുപരിചിതമായ വേർഡാണ് ഹെർ. ഹെർ അതൊരു ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ ഹെർ ഹൗസ് എന്ന് പറയാം. ഹെർ ഹൗസ് അതൊരു പൊസഷനെ സൂചിപ്പിക്കുന്ന വേർഡാണ്. അതുപോലെ തന്നെ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് കൂടിയാണ് വീട്. ഹെർ ഹൗസ്. വീടിൻ്റെ പ്രത്യേകത എന്താ? ആ വീടിനൊരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു നൗണിന് പല വിശേഷണം നമുക്ക് കൊടുക്കാം, പല ഡിസ്ക്രൈബിംഗ് വേർഡ് നമുക്കൊക്കെ കൊടുക്കാം. ഒരു നൗണിൻ്റെ ഡിസ്ക്രൈബിംഗ് വേർഡാണ്. അതിനെ ക്വാളിഫൈ ചെയ്യുന്ന, അതിനെ ഒന്ന് വിവരിക്കുന്ന, വർണ്ണിക്കുന്ന വേർഡാണ് ആഡ്ജക്റ്റീവ്. ഹൗസിന് ഒത്തിരി ആഡ്ജക്റ്റീവ്സ് വരാം. ബിഗ് ഹൗസ്, സ്മോൾ ഹൗസ്, എക്സ്പെൻസീവ് ഹൗസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ നൗണിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അതൊരു ആഡ്ജക്റ്റീവാണ്. അതൊരു പൊസഷനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അതൊരു പൊസഷൻ ആഡ്ജക്റ്റീവാണ്. അതൊരു ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം.
ഹർ സാരി ഈസ് എക്സ്പെൻസീവ്. അവളുടെ സാരി വളരെ വില കൂടിയതാണ്, വളരെ ചിലവ് കൂടിയതാണ്, വളരെ ചിലവ് കൂടിയ സാരിയാണ്. ഹർ സാരി ഈസ് എക്സ്പെൻസീവ്. ഹർ ഫാദർ അഡ്വൈസ്ഡ് ഹർ. അവളുടെ അച്ഛൻ അവളെ ഉപദേശിച്ചു. ഹർ ഫാദർ അഡ്വൈസ്ഡ് ഹർ. ഹർ ഫാദർ അച്ഛൻ്റെ ഒരു വിശേഷണമാണ് ഹർ. അതൊരു ഉടമസ്ഥാവകാശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഹർ ഹൗസ് ഈസ് നിയർ ദ ബ്രിഡ്ജ്. പാലത്തിൻ്റെ അരികിലാണ് അവളുടെ വീട്. ഹർ ഹൗസ്. ഹർ എന്ന് പറയുന്ന വേർഡിൻ്റെ പൊസിഷൻ സെൻറ്റൻസിൽ എവിടെയാണ് നിങ്ങൾ കണ്ടു. അതിൻ്റെ ആശയവും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഹർ ഫോൺ ഈസ് റിംഗിങ്. അവളുടെ ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹർ ഫോൺ ഈസ് റിംഗിങ്. ഒരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഹർ റൂം ഈസ് സ്പേഷ്യസ്. അവളുടെ മുറി വളരെ വിശാലമാണ്. ഹർ റൂം ഈസ് സ്പേഷ്യസ്. റൂമിൻ്റെ പ്രത്യേകതയാണ് ഹർ. അവളുടെ വീട്, അവളുടെ മുറിയാണ്. ഹർ റൂം ഈസ് സ്പേഷ്യസ്. നമുക്ക് മൂന്നാമത്തെ ആ ഒരു രൂപത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. എന്താണത്? ഹേഴ്സ് ആണ്. ഹേഴ്സ്. ഹീ നമ്മൾ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ. ഹീ, ഹിസ് ആൻഡ് ഹിം. പക്ഷേ ഷീ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഷീ, ഹർ, ഹേഴ്സ്. ആ തേർഡ് ഫോമായ ഹിസിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ഹേഴ്സ് വരുന്നത്. അവളുടേത് എന്നാണ് അർത്ഥം. അവളുടേത്. ഷീ, ഹർ, ഹേഴ്സ് ആൻഡ് ഹർ. അതിൽ മൂന്നാമത്തെ രൂപം നമുക്ക് എക്സാമ്പിൾസിലൂടെ നമുക്കൊന്ന് പഠിക്കാം. ഇതും ഒരു പൊസിഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു ഉടമസ്ഥാവകാശത്തെ തന്നെയാണ് സൂചിപ്പിക്കുക. പക്ഷേ അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. ദ ഡിസിഷൻ ഈസ് ഹേഴ്സ്. തീരുമാനം അവളുടേതാണ്. ഹർ ഡിസിഷൻ അല്ല, ദ ഡിസിഷൻ ഈസ് ഹേഴ്സ്. അവളുടേതാണ് തീരുമാനം. അവളുടേത് എന്നാണ് അർത്ഥം. ദാറ്റ് ബ്ലാക്ക് ഡോഗ് ഈസ് ഹേഴ്സ്. ആ കറുത്ത പട്ടി അവളുടേതാണ്. ദാറ്റ് ബ്ലാക്ക് ഡോഗ് ഈസ് ഹേഴ്സ്. അവളുടേതാണ്. ദോസ് ബാംഗിൾസ് ആർ ഹേഴ്സ്. ആ വളകളെല്ലാം അവളുടേതാണ്. ദോസ് ബാംഗിൾസ് ആർ ഹേഴ്സ്. അവളുടേതാണ്. ദിസ് കമ്പ്യൂട്ടർ ഈസ് ഹേഴ്സ്. ഈ കമ്പ്യൂട്ടർ അവളുടേതാണ്. നമുക്കിനി നാലാമത്തെ ആ ഫോം നമുക്ക് നോക്കാം. നാലാമത്തെ ഫോം ഏതാണ്? ഹെർ തന്നെയാണ്. ഹെർ. അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? അതൊരു ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വരിക, ഒരു സ്വീകർത്താവിൻ്റെ സ്ഥാനത്താണ് വരിക. അതൊരു ഓബ്ജക്റ്റാണ്. അപ്പം തന്നെ അതൊരു പ്രോനൗണാണ്. ഐ ടോൾഡ് ഹെർ. ഞാൻ അവളോട് പറഞ്ഞു. പ്രവൃത്തി ചെയ്ത് ഞാനാണ്, പ്രവൃത്തി ടോൾഡാണ്. അതിൻ്റെ സ്വീകർത്താവ് അവളാണ്. ഐ ടോൾഡ് ഹെർ. ഞാൻ അവളോട് പറഞ്ഞു. മദർ ഗേവ് ഹെർ എ ഗിഫ്റ്റ്. മദർ ഗേവ് എ ഗിഫ്റ്റ് ടു ഹെർ എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് തെറ്റല്ല. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, നോട്ട് റോങ് ബട്ട് ലെസ് കോമൺ. തെറ്റല്ല, എന്നാൽ സർവ്വസാധാരണവുമല്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഒഴുക്കിന് വേണ്ടി മദർ ഗേവ് ഹെർ എ ഗിഫ്റ്റ്. അവൾക്ക് ഒരു സമ്മാനം കൊടുത്തു. ടീച്ചർ ആസ്ക്ഡ് ഹെർ എ ക്വസ്റ്റ്യൻ. ടീച്ചർ അവളോട് ഒരു ചോദ്യം ചോദിച്ചു. They invited her to the party. അവർ അവളെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചു. They invited her a party. ഈ സെൻറ്റൻസ് നന്നായി നിങ്ങൾ പഠിക്കണം. ക്ലാസ് നന്നായിട്ട് നിങ്ങൾ കാണണം. തുടക്കം മുതൽ അവസാനം വരെ ഈ ക്ലാസ് കൃത്യമായി നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെ 2 ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും കാണണം. നന്നായി പരിശീലിക്കണം. വോക്കൽ കോഡ്സിന് എക്സസൈസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ഇംഗ്ലീഷ് നമ്മുടെ ഭാഗമാകുള്ളൂ. ഇതൊരു സ്കില്ലാണ്. പരിശീലിക്കാതെ ആർക്കും ഇത് കിട്ടുകയില്ല. ഇത് പറഞ്ഞു തന്നെ നമ്മൾ പഠിക്കണം. നാം അറിയാതെ ഭാഷ നമ്മുടെ നാവിലേക്ക് വരണം. നമ്മുടെ മദർ ടങ് മലയാളം അങ്ങനെയാണല്ലോ. നാം അറിയാതെ തന്നെ ഭാഷ നമ്മുടെ നാവിലേക്ക് വരും. ഓരോ വൈകാരിക അനുഭവത്തിലും ഭാഷ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ച് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് വരണം. മനസ്സിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നാവിലേക്ക് വരണം. നേരിട്ട് നാവിലേക്ക് ഭാഷ വരുന്ന ഒരവസ്ഥയിൽ എല്ലാവരും എത്തണം. ചെറിയ ചെറിയ ടോപ്പിക്കുകളിലൂടെ നിങ്ങളെ ഞാൻ സഹായിക്കാം. പക്ഷെ പരിശീലിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പരിശീലിക്കണം. എല്ലാ സെൻറ്റൻസുകളും ഇംഗ്ലീഷിൻ്റെ എല്ലാ തരത്തിലുള്ള ഘടനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. അടുത്ത ക്ലാസ്സിൽ
ഇതിൻ്റെ ബാക്കി ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.